ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു നമുക്ക് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് പോലത്തെ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എനിക്ക് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാം. ഞാൻ ഈ ഡായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മീഷോ, ആജിയോ, ഫ്ലിപ്കാർട്ട്, അതിൽ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, കുറച്ച് സാധനങ്ങൾ ഓട്ടോമാറ്റിക്കലി ക്യാൻസലായി പോകുന്നുണ്ടായിരുന്നു മീഷോയിൽ. അപ്പോൾ അതിൽ കുറച്ച് സാധനങ്ങൾ ഒരു 3-4 ഐറ്റംസ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാൻ മാത്രമൊന്നുമില്ല. അപ്പോൾ പിന്നെ എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഷൂട്ട് ചെയ്താലും അതിൽ ആഡ് ചെയ്യാമല്ലോ. അപ്പോൾ ആദ്യം ഞാൻ ബൂജോയിൽ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അതായത് ഗ്രാറ്റിറ്റ്യൂഡ്സ് കുറച്ച് ആഡ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ബഡ്ജറ്റിൽ കുറച്ച് സംഖ്യകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അധികം രാത്രി സമയത്ത് ഇരുന്നിട്ടാണ് ബൂജോ സെറ്റ് ചെയ്യൽ. പിന്നെ സമയം കിട്ടാത്തപ്പോഴും അത് രാവിലെ ചെയ്യും. അപ്പോൾ ആദ്യം നമുക്ക് ഇത് ചെയ്തിട്ട് അങ്ങനെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ആദ്യം ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ്സ് ആണ് കേട്ടോ എഴുതുന്നത്. അതായത് നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ കയ്യിൽ കിട്ടിയല്ലോ, അപ്പോൾ അതിനുള്ളൊരു നന്ദി എന്നുള്ള രീതിക്കാണ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഇതിലിപ്പോൾ എന്തത്ര ഗ്രാറ്റിറ്റ്യൂഡ്സ് എഴുതാനെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഞാൻ എഴുതുന്നത് എന്ത് മൈൻഡ് വെച്ചിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ഓർഡർ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും. എനിക്കുണ്ട് കേട്ടോ. ഞാനിങ്ങനെ എപ്പോഴും സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് ഇതൊക്കെ വാങ്ങണം, ഇതെല്ലാം വേണം, അങ്ങനെ തോന്നാറുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കഴിയും, ചില കാര്യങ്ങളൊന്നും നമുക്ക് വാങ്ങിക്കാൻ കഴിയില്ല. ചിലപ്പോൾ നമുക്ക് അത്രമേൽ ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം വാങ്ങിക്കാൻ കഴിയാതെ പോകുന്നത്. അതായത് നമ്മുടെ മെയിൻ വില്ലൻ എന്ന് പറയുന്നത് പൈസ. അതന്നെ, എല്ലാവരുടെയും സാമ്പത്തിക സ്ഥിതി ഒരുപോലെ ആവില്ലല്ലോ. അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് മാറ്റി വെക്കേണ്ടി വരും, കുറേ കാര്യങ്ങൾ നമുക്ക് നടക്കും ചെയ്യും. അപ്പോൾ നമ്മുടെ കൊച്ചു ആഗ്രഹങ്ങളൊക്കെ നിറവേറി കഴിഞ്ഞാലും അതൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ്സ് കാണിക്കുക. അതായത് നമ്മളിപ്പോൾ വാങ്ങിച്ച സാധനം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മൾ ഹാപ്പി ആയോ എന്നാലും അതിനൊരു നന്ദി രേഖപ്പെടുത്താം. അപ്പോൾ എൻ്റെ കൊച്ചു സന്തോഷങ്ങൾക്കുള്ള ഗ്രാറ്റിറ്റ്യൂഡ്സ് ഒക്കെ തന്നെ അതിൽ എഴുതി. പിന്നെ ഞാൻ ബഡ്ജറ്റ് ആയിരുന്നു കേട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് മാസാവസാനം കണക്ക് കൂട്ടുമ്പോൾ കണക്ക് ശരിയാണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കണം. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കേക്ക് ഇത് ഞാൻ വോളിൽ ഒട്ടിച്ചതായിരുന്നു. എന്തൊരു കാര്യത്തിന് വേണ്ടി പറിച്ചതായിരുന്നു. പക്ഷേ ആകെ വൃത്തിയായിട്ടായിട്ട് പോന്നു. അപ്പോൾ ഇനി ഇത് വീണ്ടും സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം അത് നമ്മൾ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത് ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ആദ്യത്തെ കുറച്ച് കാര്യങ്ങളും. ഇനി നമുക്ക് അൺബോക്സിങ്ങിലേക്ക് വരാം. കുറച്ച് സാധനങ്ങൾ അൺബോക്സ് ചെയ്യാണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ആദ്യം ഈ ഒരു സാധനം, ഇതിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വില തുച്ഛം ഗുണം മെച്ചെന്ന് പറയില്ലേ, ആ ഒരവസ്ഥയായിരുന്നു. ഇത് ഒരു ട്രൈപോഡാണ് സത്യത്തിൽ. പക്ഷേ എന്താ പറയുക, ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും ഒരുപാട് അടിപൊളിയായിട്ടുള്ളൊരു സാധനമായിരുന്നു കേട്ടോ. ഞാൻ എന്താ പറയുക, എൻ്റെ കയ്യിൽ കുറച്ച് ട്രൈപോഡ്സ് ഉണ്ട്. അതായത് ഒരു 4-4 ഉണ്ട് ഞാൻ കോണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ അതൊക്കെ തട്ടലും മുട്ടലും ചീറ്റലൊക്കെ ആയിട്ട് കുറേ ഭാഗങ്ങളൊക്കെ പൊട്ടിപ്പോയി. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പിലായിരുന്നു ഇപ്പോൾ ഞാൻ കുറച്ച് ആയിട്ട് വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. തട്ടിക്കൂട്ട് പറയുമ്പോൾ അതായത് റിംഗ് ലൈറ്റിൻ്റെ ഒരു എന്താ പറയുക ട്രൈപോഡ് സെറ്റപ്പ് ഉണ്ടല്ലോ, അതിന്മേലായിരുന്നു വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്യാറുണ്ടായിരുന്നത്. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കയ്യും കാലൊക്കെ തട്ടി ചിലപ്പോൾ റിംഗ് ലൈറ്റ് മറിഞ്ഞ് വീഴാറുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ദിവസം മറിഞ്ഞ് വീഴുന്നപ്പോഴും അതിൻ്റെ ലൈറ്റൊക്കെ പൊട്ടിപ്പോയി. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് കുറച്ചുകൂടെ കുറഞ്ഞു. അപ്പോൾ എനിക്കെന്തോ ട്രൈപോഡ് ഓക്കെയാണ്, പക്ഷേ ഹൈറ്റ് ഞാൻ വിചാരിച്ച് അത്ര അല്ലാത്തതുകൊണ്ട് എനിക്ക് എന്തോ വീഡിയോ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ, അതായത് എൻ്റെ മന്ത്ലിയുള്ള സേവിങ്സ് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് എമൗണ്ട് കയ്യിൽ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ എമൗണ്ട് കൊണ്ട് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോഴായിരുന്നു ട്രൈപോഡ് അത്യാവശ്യം എന്നുള്ള കാര്യം ഓർമ്മ വന്നേ. അങ്ങനെ ഞാൻ ട്രൈപോഡ് ഓർഡർ ചെയ്ത്. ഇതിന് ഒരു 300 സംതിങ് ആയിരുന്നു റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു. പക്ഷെ ആ ഒരു പൈസയ്ക്ക് എന്തായാലും അടിപൊളിയായിട്ടുള്ള സാധനമായിരുന്നു കേട്ടോ. അതായത് എൻ്റെ ഒരു ആവശ്യം വെച്ചിട്ടും എനിക്കിത് അടിപൊളിയായിട്ടുള്ള സാധനമായിരുന്നു. പിന്നെ അതായത് ബിഗിനറായിട്ടുള്ള കോണ്ടന്റ് ക്രിയേറ്റർ ഒക്കെ ആണെന്നുണ്ടെങ്കിലും അവർക്ക് എന്തായാലും വേർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കാട്ടോ. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ടൈഗോട്ട് അങ്ങനെ ഒരു ബ്രാൻഡ് നെയിം ആയിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് വന്നിട്ട് 7 feet ആയിരുന്നു. എനിക്ക് അതായിരുന്നു ഏറ്റവും ആവശ്യം ഉണ്ടായിരുന്നത്. അതായത് 7 feet ഹൈറ്റിൽ വരുന്ന ട്രൈപോഡ് വേണമെന്നല്ല കേട്ടോ, അത്യാവശ്യം ഹൈറ്റ് വരുന്ന ഒരു ട്രൈപോഡ് വേണമെന്നുണ്ടായിരുന്നു. അതാകുമ്പോൾ നമുക്ക് ഏത് ടൈപ്പ് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും. ഹൈറ്റിന് ഇപ്പോൾ എത്രത്തോളം കൂട്ടിയാലും കുഴപ്പമില്ല, കാരണം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ട ഹൈറ്റിന് യൂസ് ചെയ്താൽ മതി. പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അത്യാവശ്യം നല്ല ഹൈറ്റിൽ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാലും അപ്പോഴും യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ എനിക്ക് അങ്ങനത്തെ കുറച്ച് റിക്വയർമെൻറ്റ്സ് ആയിരുന്നു. അപ്പോൾ അതിനൊക്കെ പറ്റിയതായിരുന്നു. ഇനി ഇതിൽ നമുക്ക് ഹൊറിസോണ്ടലായിട്ടും വീഡിയോസ് എടുക്കാം, അതുപോലെ വെർട്ടിക്കലായിട്ടും വീഡിയോസ് എടുക്കാൻ പറ്റും. അതും ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതിലെനിക്ക് പ്രശ്നമൊന്നുമില്ല, ഇതിൻ്റെ ലെഗിന് കുറച്ച് നീളം കൂടുതലായിരുന്നു. അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ലൈക്ക്
അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ തട്ടിത്തടച്ചിലുണ്ടായിരുന്നു. പക്ഷേ അത് വലിയ കുഴപ്പമില്ല, നല്ല നീളമുള്ള കാലുകളായതുകൊണ്ട് അതായത് കുറച്ചിങ്ങനെ വൃത്തിക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. അതായത് നല്ല സ്റ്റഡി ആയിട്ട് സാധനം നിൽക്കുന്നുണ്ടായിരുന്നു എന്നാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റും കേട്ടോ. ഇവിടെ കണ്ടോ ചെറിയൊരു ഗ്യാപ്പ്. അപ്പോൾ അതിലേക്ക് നമുക്കിങ്ങനെ താഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ വെർട്ടിക്കലായിട്ട് ഷോർട്സ്, റീൽസും അങ്ങനത്തെ കോണ്ടൻസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇങ്ങനെ നേരെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൊറിസോണ്ടലായിട്ടുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതായത് യൂട്യൂബിലേക്കുള്ള അങ്ങനത്തെ ലോങ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഹൊറിസോണ്ടലായിട്ടാണെങ്കിലും വെർട്ടിക്കലായിട്ടാണെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അതായത് ഇപ്പോൾ നമുക്ക് എത്ര ഡിഗ്രി ചെരിവ് വേണം, എത്ര ഡിഗ്രി തിരിവ് വേണം എന്നുള്ളതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഫോണിൻ്റെ വെയിറ്റ് കാര്യങ്ങളൊന്നും പ്രശ്നമല്ല. ചില ട്രൈപോഡ്സിനുണ്ടാവും നല്ല വെയിറ്റ് കൂടിയ ഫോണൊക്കെ ആകുമ്പോഴും അതിന് ഹോൾഡ് ചെയ്യാൻ കഴിയാതെ വരാറുണ്ട്. പക്ഷെ അതിന് ആ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്കിത് പാക്കേജിൽ വരുമ്പോൾ ഈ ഒരു സ്റ്റാൻഡും പിന്നെ ഒരു ഫോൺ ഹോൾഡറും പിന്നെ ആ ഫോൺ ഹോൾഡർ ഫിറ്റ് ചെയ്യാനുള്ളൊരു സ്ക്രൂ പോലത്തെ ഒരു സാധനം അതും സെപ്പറേറ്റ് ആയിട്ട്, അതായത് ഫിക്സ് ചെയ്യാണ്ടായിരിക്കും വരിക. പിന്നെ നമ്മൾ ഫിക്സ് ചെയ്യാം. അത് ഫിക്സ് ചെയ്യൽ അത്ര ഭരിച്ച പരിപാടിയൊന്നുമല്ല കേട്ടോ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന തന്നെ ഉള്ളൂ. അത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേറെ കാര്യങ്ങൾ പറയുന്ന തിരക്കിലായതുകൊണ്ട് അത് പറയാൻ വിട്ടുപോയി. പിന്നെ ഫോൺ ഹോൾഡർ നമുക്ക് 2 രീതിക്കും സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അതായത് അതിന് താഴ്ഭാഗത്തും അതുപോലെ പിൻഭാഗത്തും ഇങ്ങനെ സ്ക്രൂ ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഞാൻ 2 രീതിക്കും വെച്ച് നോക്കി, പക്ഷെ അതിൽ എനിക്ക് ഒന്നും കൂടെ സ്യൂട്ട് ആയതാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ത്രൂ ഔട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ ആയിട്ട് തോന്നുന്നത് ആ രീതിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ എനിക്ക് ഇതിൻ്റെ ഹൈറ്റ് ഈ വീഡിയോയിൽ കാണിക്കാൻ കഴിയുന്നില്ലായിരുന്നു. ബിക്കോസ് അത് 7 ഫീറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് മൊത്തത്തിൽ ഇതിൽ കാണിക്കാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ആയിട്ട് ഞാൻ അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം അത് നമുക്ക് ഹൊറിസോണ്ടലായിട്ട് ഷൂട്ട് ചെയ്താൽ ക്യാമറയിൽ കൊള്ളില്ല. അപ്പോൾ പിന്നെ നമ്മൾ അത്രയും പിന്നിലേക്ക് നിന്നാലേ അത് കിട്ടത്തുള്ളൂ. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ബാക്കി കച്ചറകളൊക്കെ കാണും. അപ്പോൾ പിന്നെ ഞാൻ വെർട്ടിക്കലായിട്ട് ഷൂട്ട് ചെയ്യണം. വെർട്ടിക്കലായിട്ട് ഞാൻ ഷൂട്ട് ചെയ്തു, പക്ഷേ എനിക്ക് അതിനേക്കാളും ഒന്നുകൂടെ നല്ലത് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും എന്ന് തോന്നിയിട്ട് ഞാൻ ഫോട്ടോ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ലെഗ്, അതായത് കുറച്ച് നീളമുണ്ട്. അതായത് ലെഗ് അല്ല, നമ്മുടെ സ്റ്റാബിൾ ബേസ് ഉണ്ടല്ലോ അത്. ഇതിനെ കുറച്ച് നീളം കൂടുതലാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. അത് അങ്ങനെ ബുദ്ധിമുട്ട് എന്നൊന്നും പറയാനില്ല കേട്ടോ. പക്ഷേ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളെ പിന്നിലായിരിക്കും ട്രൈപോഡ് വെക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സൈഡിലായിരിക്കും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിയുമ്പോൾ ചെറുതായിട്ട് നമ്മളുടെ മേലിലോ കാലിലൊക്കെ തട്ടാം. അങ്ങനത്തെ പ്രശ്നങ്ങൾ അത്രേ ഉള്ളൂ കേട്ടോ, ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫോട്ടോ. ഇത്ര ഹൈറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് എന്തോ അടിപൊളിയായിട്ട് തോന്നി. ഇനി എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല. പക്ഷെ നമ്മളൊരു ബിഗിനറായിട്ടുള്ള ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതാണ് തോന്നുന്നു കേട്ടോ. ഞാനൊക്കെ എൻ്റെ കോണ്ടന്റ് ക്രിയേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ 700-800 രൂപയൊക്കെ കൊടുത്ത് ട്രൈപോഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടത് വല്ലാണ്ട് കാര്യത്തിൽ പെട്ടതുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇത് എത്രയോ ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നി കേട്ടോ. ഇനി അടുത്തത് ഒരു ബെഡ്ഷീറ്റാണ്, അതായത് ബെഡ്ഷീറ്റും പില്ലോ കവറും. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതായിരുന്നു. ഞാൻ ആദ്യമൊക്കെ വൈറ്റ് ബെഡ്ഷീറ്റ്സ് മാത്രമായിരുന്നു കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് വാഷ് ചെയ്യുമ്പോൾ അടുത്തത് അങ്ങനെ എപ്പോഴും വൈറ്റ് മാത്രമായിരുന്നു. അത് ഒന്നാമത് ഒരു മിനിമലാണ്, പിന്നെ കുറച്ചുകൂടെ ബ്രൈറ്റ്നസ് തോന്നിക്കും. എനിക്ക് അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു, പിന്നെ സൈസും ഒക്കെ ആയിരുന്നു. അതൊന്നും നാട്ടിൽ നിന്ന് വാങ്ങിച്ചതല്ലായിരുന്നു, സൗദിയിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ബെഡ് കിങ് സൈസ് ആയിരുന്നു. അപ്പോൾ അതിലേറെ ഉണ്ടായിരുന്നു ബെഡ്ഷീറ്റ്സ്. അപ്പോൾ ഒരു വൃത്തിയും ഭംഗിയൊക്കെ തോന്നാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ബേബി വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ കലാവിരുതുകളൊക്കെ എല്ലാം ബെഡ്ഷീറ്റിലാണ്. അവൻ്റെ ഗ്രാൻഡ് അവന് ഒരുപാട് സ്കെച്ച് പെൻസ് കൊടുക്കും. അത് ഉപയോഗിച്ച് ബെഡിലും ബുക്കിലും വാളിലും എല്ലായിടത്തും വരഞ്ഞിടും അവന്. അവരുടെ റൂമിൽ ആകെ വരഞ്ഞ് വൃത്തിയേടാക്കിയിട്ടുണ്ട്. ചുമരിൽ കുറേ വരച്ച് വെച്ചിട്ടുണ്ട്, ബെഡ്ഷീറ്റിലും നിലത്ത് അവരുടെയൊക്കെ വരച്ച് വെക്കും. അവർക്ക് പിന്നെ അതൊരു പ്രശ്നമല്ല. പക്ഷെ ഞാൻ എൻ്റെ റൂമിൽ വല്ലാണ്ട് അടുപ്പിക്കാറില്ല കളർ പെൻസിൽ കൊണ്ട് അവനെ. എനിക്കെന്തോ ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനെ പൊതുവെ എല്ലായിടത്തും വരച്ചിടുന്നത്. ഞാൻ ഹാളിലോ എവിടെയും വരക്കാനായിക്കില്ല, അപ്പോൾ ഞാൻ വഴക്ക് പറയും. അപ്പോൾ അവൻ്റെ കലാവിരുതുകൾക്കൊക്കെ പ്രോത്സാഹനം കൊടുക്കേണ്ട സമയമാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനിപ്പോൾ കുറച്ചായിട്ട് വൈറ്റ് ബെഡ്ഷീറ്റ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. ഇങ്ങനത്തെ ഡാർക്ക് കളേഴ്സ് പ്രിൻ്റഡ് ആയിട്ടുള്ളതൊക്കെയാണ് യൂസ് ചെയ്യൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അതിനെത്ര 238 എന്തോ ഉള്ളായിരുന്നു. ഇതിൻ്റെ ക്വാളിറ്റി കുഴപ്പമില്ല, ഓക്കെ ഒരു 10-ഒരു 6 റേറ്റിംഗ് കൊടുക്കാം ആ ഒരു രീതിക്ക്. പിന്നെ എൻ്റെ ബെഡിൽ അങ്ങനെ ഓവറായിട്ട് പരിക്ക് വരാറില്ല. അതായത് ഞാൻ തന്നെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തന്നെയാണ് ശ്രദ്ധിക്കുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഒരു റേറ്റിനുള്ളതും ഈ ഒരു ക്വാളിറ്റിയിലുള്ളതാണെങ്കിലും കൂടുതൽ കാലം നിൽക്കാറുണ്ട്. ഞാൻ മീഷോന്ന് വാങ്ങുന്ന ഇങ്ങനത്തെ ബെഡ്ഷീറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ നിലവിൽ യൂസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ എനിക്ക് വലിയ കുഴപ്പം തോന്നുന്നില്ല. പിന്നെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട്, അതായത് ഓട്ടോമാറ്റിക്കിലൊക്കെ ഇട്ടിട്ട് വാഷ് ചെയ്യുമ്പോൾ പിന്നാറുണ്ട് ചിലതൊക്കെ കേട്ടോ. അപ്പോൾ ചെറിയ പിന്നലുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ഞാൻ ഓട്ടോമാറ്റിക് മെഷീനിൽ ഇടാറായി. നമ്മുടെ സാധാ മെഷീൻ ഉണ്ടല്ലോ അതിലിട്ടിട്ടാണ് വാഷ് ചെയ്യാറ്.
അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ക്വാളിറ്റിയിൽ വരുന്നത് സ്യൂട്ടായി എന്ന് വരില്ല, എന്നാലും കുഴപ്പമില്ല. എന്തായാലും അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനി അടുത്തത് മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു ടോപ്പ് ആയിരുന്നു കേട്ടോ. ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ ദേശി വൈബ്സിനോട്, അതായത് ഇൻഡോ വെസ്റ്റേൺസ്, ദേശി വൈബ്സ് അങ്ങനത്തതിനോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഇപ്പോഴും ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് അതിലേറെ ഇപ്പോൾ ഒന്നുകൂടി ഇഷ്ടം ഇങ്ങനെ, അതായത് നമ്മുടെ ഡാർക്ക് അക്കാദമിയ അങ്ങനത്തെ ഒക്കെ ഒരു കൈൻഡ് ഓഫ് ആസ്തറ്റിക്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ക്ലീൻ ഗേൾ ലുക്ക്, അങ്ങനത്തെ സോഫ്റ്റ് ഗേൾ ആസ്തറ്റിക്സ് അങ്ങനത്തതിനോടാണെങ്കിൽ ഇപ്പോൾ ഒന്നും കൂടി ഇഷ്ടം. പക്ഷേ ഇപ്പം എനിക്ക് എന്തോ പിന്നെ ഇങ്ങനെ ആ പഴയ, അതായത് ഇങ്ങനെ ദേശി വൈബ്സ് കാര്യങ്ങളൊക്കെ പിന്നെ എൻ്റെ മൈൻഡിലേക്ക് ഇങ്ങനെ വരുന്ന പോലെ ഇങ്ങനെ തോന്നി. അപ്പം എനിക്ക് എന്തോ അങ്ങനത്തെ കുറച്ച് ഡ്രസ്സസൊക്കെ വാങ്ങിക്കാൻ തോന്നി. അപ്പം ഞാൻ അങ്ങനെ വാങ്ങിച്ചതായിരുന്നു ഈ ഒരു ടോപ്പ്. ഇത് കോളേജിലേക്ക് ഇടാൻ വേണ്ടി വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അതിൻ്റെ പ്രൈസ് വന്നിട്ട് 200 സംതിങ് എന്തോ ആയിരുന്നു. ക്വാളിറ്റി ഓക്കെ കുഴപ്പമില്ല. പിന്നെ അതിൻ്റെ ലെങ്ത് കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ഡ്രസ്സ് ഇട്ടിട്ടൊരു വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ അതെനിക്ക് സാധിച്ചില്ല. പിന്നെ എന്തോ ഒരു ക്ലിപ്പ് ഞാൻ ഷൂട്ട് ചെയ്തത് അത് ബാക്ക്ഗ്രൗണ്ട് ആയി വൃത്തിയായിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആ ടോപ്പ് ഓക്കെ ആണ്, പക്ഷെ അത് വാഷ് ചെയ്യുമ്പോൾ എന്തോ ചെറുതായിട്ട് കളർ ഇളകുന്ന പോലെ എനിക്ക് തോന്നി. എന്നാലും കുഴപ്പമില്ല. കുറേ പേര് ഇൻസ്റ്റയിൽ വാങ്ങിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെ വാങ്ങിച്ചതായിരുന്നു. എന്തായാലും എനിക്ക് ഇഷ്ടമായിട്ടോ, എനിക്ക് ഇട്ടിട്ടും നല്ല ഭംഗി ഉണ്ടായിരുന്നു അത്. അപ്പോൾ അങ്ങനെയൊക്കെ. ഇനി അടുത്തത് അജിയോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു ബാഗ്. ഇതിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബാഗാണ് കേട്ടോ. ബിക്കോസ് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ബാഗ് യൂസ് ചെയ്യുന്നത്. ഞാൻ അധികം എന്താ പറയുക, നമ്മുടെ സ്ലിംഗ് ബാഗ്, അല്ലെങ്കിൽ ടോട്ട് ബാഗ്, അല്ലെങ്കിൽ ഹാൻഡ് ബാഗ്, അല്ലെങ്കിൽ വേസ്റ്റ് ബാഗ്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ ഇപ്പം നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇങ്ങനത്തെ ബാഗ് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് വാങ്ങിക്കണം എന്നൊക്കെ തോന്നുമായിരുന്നു, പക്ഷേ പിന്നെ എനിക്ക് തോന്നും ഓക്കെ പിന്നെ വാങ്ങാം അങ്ങനെ വിചാരിച്ച് ഞാൻ നീട്ടി വിട്ടതായിരുന്നു ഇത്. പക്ഷേ ഇപ്പോൾ അജിയോയിൽ ബിഗ് ബോൾ സെയിൽ നടന്നിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ. സമയക്കുറവ് മൂലം ഇപ്പോഴാണ് എനിക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഞാൻ ഈ ബാഗ് അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. 300 സംതിങ് എന്തായിരുന്നു, 323 രൂപ അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ എനിക്ക് എന്തോ അത് കണ്ടപ്പോൾ ഈ കളർ ഒന്നാമത് എൻ്റെ ഫേവറേറ്റ് കളറാണ്, ഇങ്ങനത്തെ ബ്രൗണ്. അപ്പോൾ ഞാൻ എന്തോ അങ്ങനെ ഓർഡർ ചെയ്തു അത്. പക്ഷെ ഞാൻ ഇത്ര ക്വാളിറ്റി അല്ലെങ്കിൽ ഇത്ര ഒരു ഭംഗിയൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഇതും എനിക്ക് ഇഷ്ടപ്പെടാവുന്നത് ആ ഒരു ഫാഷൻ ആൻഡ് ബാഗ്സ് എന്ന് എഴുതിയത് എനിക്കത് ഇഷ്ടമായില്ല. അത് ഭയങ്കര ബോറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കൊടുത്തുകൂടായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഞാൻ വിചാരിച്ചു ഇവർക്ക് അതിന് പകരം അതിൻ്റെ ബ്രാൻഡ് നെയിം എഴുതി കൊടുത്തുകൂടായിരുന്നു എന്നൊക്കെ ഞാൻ അങ്ങനെ ചിന്തിച്ചു കേട്ടോ. അതിനെ അവിടെ നിന്ന് മായ്ച്ചു കളയാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ ഈ ബാഗിൻ്റെ ക്വാളിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ബാഗ് കേട്ടോ. അതിൻ്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ ഇങ്ങനത്തെ ബാഗ് മീഷോയിലൊക്കെ അവൈലബിൾ ആണ്, പക്ഷേ മീഷോയിലൊക്കെ ഞാൻ നോക്കിയ സമയത്ത് ഇതുപോലെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നില്ലായിരുന്നു. അതിനുള്ളിൽ നമ്മൾ എന്തെങ്കിലും സ്റ്റഫ് വെച്ച് നിറച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെ ആ ഒരു വൃത്തിക്ക് നിൽക്കുന്നുള്ളൂ. പക്ഷെ ഇതിൽ നമ്മൾ ഒന്നും വെക്കാതെ തന്നെ ആ ഒരു വൃത്തിക്ക് നിൽക്കുന്നുണ്ട്. അതായത് അങ്ങനെ പൊന്തിയ പോലെ നല്ല വൃത്തിക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ ബാഗ് ഇട്ട് കഴിയുമ്പോഴും നല്ല ഒരു എന്താ പറയുക, എനിക്കെന്തോ പെർഫെക്റ്റ് ആണ്, നല്ല സ്റ്റൈലിഷ് ആയിട്ടൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ബിഗ് ബോൾ സെയിൽ കഴിഞ്ഞ് അപ്പോൾ അതിന് 300 സംതിങ്ങിന് അവൈലബിൾ ആണോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ലിങ്ക് തന്നെ താഴെ കൊടുക്കാം. ഒരുപാട് എസ്തറ്റിക്സിന് മാച്ച് ആയിട്ടുള്ളൊരു ബാഗായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ ഡാർക്ക് അക്കാദമിയ അല്ലെങ്കിൽ വിൻറ്റേജ് സ്റ്റൈൽസിന് മാച്ചാണ്, ക്ലീൻ ഗേൾ എസ്തറ്റിക്സ് ഉണ്ടല്ലോ അതിന് മാച്ചാണ്, ദേശി വൈബ്സിന് മാച്ചാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് മാച്ചായിട്ടുള്ള ഒരു ബാഗാണ്. നമ്മൾ ഈ ട്രെഞ്ച് കോട്ടും അങ്ങനത്തെ ഒക്കെ ഇട്ടിട്ടും അതൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു വൈബിന് അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതായത് ഞാൻ ഇത്രയും ഓർഡർ ചെയ്ത സാധനങ്ങളിൽ വെച്ച് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആട്ടോ ആ ഒരു ബാഗ്. അപ്പോൾ അങ്ങനെയൊക്കെ. ഇനി അടുത്തത് ഞാൻ റീസെൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് എന്നൊന്നും പറയാനില്ല, ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വർക്ക്, ഷർട്ട് അടിക്കുക എന്നുള്ളത്. ആദ്യം ഷർട്ട് അടിക്കാണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എൻ്റെ മെഷർമെൻറ്റ്സിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ 2-3 ക്ലാസ്സിന് പോയിട്ടില്ലായിരുന്നു. അപ്പോൾ എൻ്റെ അത് പെൻഡിങ്ങിൽ കിടക്കുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ച് ക്ലോത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും അതായത് 2 ഷർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ഷർട്ട് പഠിക്കുന്ന സമയത്ത് ഞാനത് ബേബിൻ്റെ സൈസിൽ അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൻ്റെ സൈസിൽ ഞാനത് അടിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഷൂട്ട് ചെയ്ത വീഡിയോ ആയിരുന്നു. ഇപ്പോൾ ഞാനത് അടിച്ച് മുഴുവനാക്കി അതിന് ബട്ടൺസും ബട്ടൺ ഹോളും പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ കൊടുത്തിരിക്കുക. വീഡിയോ കുറച്ച് മുമ്പ് ഷൂട്ട് ചെയ്തതായിരുന്നു, പക്ഷെ ഞാൻ ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് കഴിയുന്നത് കേട്ടോ. ഞാനത് ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ ഏത് ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യുമ്പോഴും അതിലെന്തെങ്കിലും ഒരു ഫാഷൻ സ്റ്റുഡൻറ്റ് സ്റ്റാഫ് ആഡ് ചെയ്യാറുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടും ഇതിൽ കാണിച്ചു എന്നുള്ളൂ. ഇനി അടുത്തത് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് പെൻ പാൽസിങ് പെൻഡിങ്ങിലുണ്ട് ചെയ്ത് തീർക്കാനുള്ളത്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഷെയ്ക്കാന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടിക്ക് സെൻഡ് ചെയ്യാനുള്ളതായിരുന്നു. എനിക്ക് പെൻ പാൽ ലെറ്റേഴ്സ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് റിപ്ലൈ ലെറ്റർ സെൻഡ് ചെയ്യുന്നത്. അതായത് ആദ്യം അയച്ചത് ആരോ ആൾക്ക് അങ്ങനെ അതായത് നമുക്ക് വന്നതിൻ്റെ ആ ഒരു ക്രമത്തിൽ അങ്ങനെ. അപ്പോൾ 10 വന്നിട്ടുണ്ടായിരുന്നു. അതിൽ 4 റിപ്ലൈ ചെയ്ത് സെൻഡ് ചെയ്ത് അവർക്ക് കിട്ടി. ഇനി 6 പെൻഡിങ്ങിലുണ്ട്.
അപ്പോൾ അതിൻ്റെ എല്ലാം കാര്യങ്ങളൊക്കെ എഴുതി ഡയറിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ കഴിഞ്ഞൊരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ ഞാനിങ്ങനെ അതിലേക്കുള്ള എക്സ്ട്രാസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് ഷെയ്ക്ക, അവൾ നല്ലൊരു ചെറിയ കുട്ടിയായിരുന്നു കേട്ടോ ആള്. അപ്പോൾ ആൾക്കാണ് ഇനി ഞാൻ അടുത്തത് സെൻഡ് ചെയ്യാനുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഹംന എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്, പിന്നെ ഫർഹ, പിന്നെ മറിയ, പിന്നെ റിൻഷ്ന, പിന്നെ ഷബാന, അങ്ങനെ. അപ്പോൾ ഇത്രയും പേർക്കുണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഷെയ്ക്കയുടേതിന് ആദ്യം ഞാനൊരു എൻവലപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ എപ്പോഴും എടുക്കലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടും അതുമ്പോൾ കുറച്ച് ഡേറ്റും കാര്യങ്ങളൊക്കെ വന്ന്, അപ്പോൾ ഞാൻ വിചാരിച്ചു എൻവലപ്പ് മാറ്റിയേക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇങ്ങനെ ഒരു പേപ്പർ, അതായത് ഈ ഒരു കളറിലുള്ളൊരു പേപ്പർ പ്രിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫോൾഡ് ചെയ്തിട്ടൊരു ബുക്ക് പോലെ അങ്ങനെയൊക്കെ ഒരു ഇതിൽ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതായത് എവിടെ ഡെക്കറേറ്റ് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. ലൈക്ക് ബ്ലൂ സൈഡിലാണോ അതോ വൈറ്റ് സൈഡിലാണോ ഡെക്കറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഫോൾഡ് ചെയ്തിട്ട് നോക്കാം എവിടെയാണ് ഭംഗി, അതിനനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അവസാനം ഞാൻ വൈറ്റ് പോർഷൻ തന്നെ കേട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഭാഗത്ത് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എക്സ്ട്രാസ് കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി കുറച്ചും കൂടെ ആഡ് ചെയ്യാനുണ്ട്. പിന്നെ ലെറ്ററും കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അത് ഇനി നേരെ, അതായത് നമ്മൾ ഇതിലേക്ക് വെക്കാനുള്ള പേജിക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ. അപ്പോൾ എൻവലപ്പ് ഡെക്കറേറ്റ് ചെയ്യണം, പിന്നെ എക്സ്ട്രാസിൻ്റെ കാര്യങ്ങൾ, അത് അങ്ങനത്തെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ഇനി ഡെക്കറേറ്റ് ചെയ്യണം. അങ്ങനെ ഓരോ ദിവസം വെച്ച് ഓരോരുത്തരത് ചെയ്ത് കഴിഞ്ഞാൽ 6 പേരുടെയും പെട്ടെന്ന് കഴിയുന്ന കാര്യമൊക്കെ തന്നെയാണ്. പിന്നെ നമുക്ക് അതായത് വീഡിയോ ഷൂട്ട് ചെയ്യണമല്ലോ എന്ന് വിചാരിക്കുമ്പോഴാണ് അതിങ്ങനെ ലാഗായിട്ട് പോവുക. പിന്നെ ഒരു സാഹചര്യം സന്ദർഭമൊക്കെ വേണം, അതായത് ആ മൂഡ് കൊണ്ട് വരാൻ. പിന്നെ ഇവരൊക്കെ കുറേ ആയിട്ട് വെയിറ്റ് ചെയ്യുന്നതല്ലേ. ഒന്നാമത് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇത്ര ബിസി ആയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വിചാരിച്ച പോലെ സമയം കിട്ടിയെന്ന് വരില്ല. കാരണം രാവിലെ നമ്മളൊരു 9:30 വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ 5 മണിയാണ് വീട്ടിലെത്താൻ. പിന്നെ വന്നു കഴിഞ്ഞാൽ ടയേർഡായി. പിന്നെ രാത്രി കോളേജുകളിലെ കാര്യങ്ങൾ ഉണ്ടാവും ചെയ്ത് തീർക്കാനും, അല്ലെങ്കിൽ വേറെ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ടാകും. അപ്പോൾ പിന്നെ ആകെ ഒരു ശനി ഞായറായിരിക്കും നമുക്ക് കുറച്ച് ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടുള്ള ടൈം. പക്ഷെ ആ സമയത്തും കുറേ കാര്യങ്ങൾ ചെയ്യാനും ഉണ്ടാകും. അപ്പം ഇങ്ങനെ ബിസിയായി നട്ടും തിരിഞ്ഞ് പോകുന്നത് കൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ പെൻഡിങ്ങിൽ വരുന്നത് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ഇത് ഒട്ടിക്കാൻ വേണ്ടി കട്ട് ചെയ്തതായിരുന്നു. കട്ട് ചെയ്തപ്പോൾ എൻ്റെ വിരലും കൂടെ കൂട്ടി ഞാൻ കട്ട് ചെയ്ത് പോയി. പിന്നെ ബ്ലഡ് ഇനിയിപ്പോൾ അതുമല്ലൊക്കെ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ഇവിടെ വെച്ച് എൻ്റെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് അവസാനിപ്പിക്കുക.